എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നമ്മൾ സഗരപുത്രന്മാരുടെ കഥ കേട്ടു അല്ലേ? ദേവന്മാർക്ക് പരിഭ്രമായി ഈ 60,000 പേര് വേണ്ടാതീനം കാണിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാർക്ക് പരിഭ്രമായി. അവർ പോയി ബ്രഹ്മാവിനെ കണ്ടു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, സഗരപുത്രന്മാരുടെ നാശം അടുത്തിരിക്കണു, നിങ്ങൾ പേടിക്കണ്ട എന്ന് ബ്രഹ്മാവ് പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ കഥ നിർത്തിയത്. ഇനി ബാക്കി കേട്ടോളൂ. സഗരൻ അശ്വമേധയാഗം ചെയ്യാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം യാഗാശ്വത്തെ അഴിച്ചുവിട്ടു. യാഗാശ്വത്തെ കാക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് ഈ 60,000 മക്കളെയാണ്. യാഗാശ്വം അതിൻ്റെ ഇഷ്ടം, യാഗാശ്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇഷ്ടം പോലെ തോന്നിയ പോലെ അങ്ങനെ പോവും. അതിനെ പിടിച്ചു കെട്ടുന്നവരാരാന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് ഇത് യാഗാശ്വത്തെ മോചിപ്പിച്ച് കൊണ്ടുവരികയും ഒക്കെ വേണം. അങ്ങനെ ഇച്ഛാനുസരണമാണ് ഈ ആകാശം നടക്കുക. അവരുടെ പുറകിലായിട്ട് ഈ രാജകുമാരന്മാരും 60,000 പോയി. പെട്ടെന്ന് യാഗാശ്വത്തിനെ കാണാണ്ടായി. ഇങ്ങനെ പോയിരുന്ന യാഗാശ്വത്തിനെ പെട്ടെന്ന് അങ്ങോട്ട് കാണാതെയായി. എവിടേക്കാണ് പോയെന്ന് ഒരു പിടിയില്ല. രാജകുമാരന്മാരാടാ എന്താ പരിഭ്രമമായി, എന്താ നീ ചെയ്യുക? യാഗാശ്വമില്ലാതെ എങ്ങനെ അശ്വമേധം നടത്തുക? അതും പറ്റില്ല. അതെവിടെ പോയി എന്ന് ഒരു പിടിയും കിട്ടണില്ല. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ദേവേന്ദ്രൻ യാഗാശ്വത്തെ കട്ടുകൊണ്ടുപോയി. ഭൂമിക്കടിയിൽ ഈ കപില മഹർഷി തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. കപിലദേവൻ നമുക്കറിയാം, ഭാഗവതം വായിക്കുന്നവർക്കറിയാം. കപില മഹർഷി ദേവഹൂതിക്ക് ഉള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. പോയിട്ട് സമാധി ഇരിക്കുകയാണ്. കപില മഹർഷി തപസ് ചെയ്യുകയാണ്. ആ കപില മഹർഷിയുടെ മഹാവിഷ്ണുവിൻ്റെ അംശമാണ് കപിലൻ. ദിവ്യസിദ്ധികൾ അനേകം ഉള്ള ഒരാളാണ്. ആ മഹർഷിയുടെ അരികിൽ ഈ യാഗാശ്വത്തെ കൊണ്ടുപോയി നിർത്തി ഈ ദേവേന്ദ്രൻ. ഈ രാജകുമാരന്മാർ അതൊന്നും അറിയണമില്ല. അവർ രാജാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. യാഗാശ്വത്തെ കാണാനില്ല, ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ ഒരുപാട് തിരഞ്ഞു, അശ്വത്തെ കാണാനില്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ വീണ്ടും പോകണം, സകല ദിക്കിലും കുതിരയെ തിരയൂ, കിട്ടാതെ വരില്ല എന്ന് പറഞ്ഞു. അവരെന്നിട്ട് അത് കേട്ടിട്ട് പിന്നെയും പോയി. മുമ്പ് പോയിരുന്നത് യാഗാശ്വത്തിൻ്റെ പുറകെയാണ്. പക്ഷെ ഇപ്പോൾ യാഗാശ്വം ഇല്ല. ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു. എന്നിട്ടും കുതിരയുടെ ഒരു ലക്ഷണം എവിടെയും കാണാനില്ല, ഒരു കുളമ്പടി പോലും കാണാനില്ല. അവർ രണ്ടാമതും പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളെ എല്ലാ ദിക്കിലും തിരഞ്ഞു, ആകാശത്തെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കാത്ത സ്ഥലവും ഇല്ല, ഒരിടത്തും അതിനെ കാണാനില്ല. അപ്പോൾ കാട്ടിലും മേട്ടിലും നദിയിലും പർവ്വതങ്ങളിലും ദ്വീപുകളിലും ഒക്കെ ഞങ്ങൾ തിരഞ്ഞു, ഭൂലോകത്തിൽ ഇനി ഒരിടവും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഗരരാജാവിന് ദേഷ്യം വന്നു. ഇവരിങ്ങനെ ഒന്നിനും ഒരു വകയ്ക്ക് കൊള്ളാത്തവർ, നിങ്ങൾക്ക് നാണമില്ലേ? എന്തൊരു അപമാനമാണ്, പൊക്കോ എൻ്റെ അടുത്തുനിന്ന്, കുതിരയെ കൂടാതെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ട നിങ്ങൾ എന്ന് പറഞ്ഞു. ആ 60,000 പിന്നെയും അന്വേഷണം ആരംഭിച്ചു. അതിങ്ങനെ നടക്കുമ്പോൾ ഒരിടത്ത് ഒരു ഭൂമിയിൽ ഒരു ദിക്കിലൊരു വിള്ളൽ കണ്ടു, വലിയൊരു വിള്ളൽ. അപ്പോൾ അവർക്ക് തോന്നി, ഇവിടെ എന്താണ്, ഒന്ന് കുഴിച്ചു നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കുഴിക്കാൻ തുടങ്ങി. ഈ ഭൂമിക്കടിയിൽ ആരൊക്കെയാണുള്ളത്? രാക്ഷസന്മാർ, അതുപോലെ സർപ്പങ്ങൾ, ചില ജന്തുക്കളൊക്കെ ഭൂമിയുടെ അടിയിൽ താമസിക്കുന്നവരുണ്ട്, അത് നമുക്കറിയാം അല്ലേ? ഗുഹയും ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഭൂമിക്കടിയിൽ താമസിക്കുന്നുണ്ട്. ഭൂമിയുടെ മുകളിൽ മാത്രമല്ല ജീവികൾ. പാമ്പുകളൊക്കെ മാളത്തിൻ്റെ ഉള്ളിൽ പോയി അങ്ങനെയാണ് ഇരിക്കുക അല്ലേ? സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കിയില്ലെങ്കിലും മാളം കാണുന്നിടത്ത് കയറും ഈ പാമ്പ്, അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ജീവികളൊക്കെ ഭൂമിക്കടിയിലുണ്ട്. 60,000 ഈ രാജകുമാരന്മാർ 60,000 ഈ ജീവികളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ അടിയിലുള്ള ജീവികളെയൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. അവരിങ്ങനെ നിരന്തരമായിട്ട് കുഴിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ
ഈ കുഴി ഒരുപാട് വലിയ കുഴിയായി. അവിടെ ഇല്ല, ഈ ആകാശത്തെ അവിടെയും കണ്ടില്ല. എന്നിട്ടും അവർ ഈ കുഴിക്കണത് നിർത്തിയില്ല. അങ്ങനെ പാതാളം വരെ എത്തി. അപ്പം കണ്ടു ഈ ആകാശം അതാ അവിടെ നിൽക്കണു പാതാളത്തിൽ. അതിൻ്റെ അടുത്തായിട്ട് ഒരു മുനി കണ്ണു അടച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 60,000 ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. സാക്ഷാൽ കപില മുനിയാണ് അവിടെ ഇരിക്കുന്നത്. ഇവർക്കതൊന്നും അറിയില്ല. അവർ തെറ്റിദ്ധരിച്ചു ഇയാൾ വാസ്തവത്തിൽ ശരിക്കുള്ള മുനിയൊന്നുമല്ല, മുനിയുടെ വേഷം ചമഞ്ഞിരിക്കുകയാണ്, കുതിരയെ കട്ടത് ഈ കള്ളം തന്നെ എന്നൊക്കെ പറഞ്ഞു. ആ മുനിയുടെ അടുത്ത് ചെന്നു. ആയുധങ്ങളൊക്കെ ആയിട്ടാണ് മുനിയുടെ അടുത്തേക്ക് ചെന്നത്. അപ്പം കപിലമുനി ഒന്ന് കണ്ണ് തുറന്നൊന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ 60,000 ദഹിച്ചു പോയി എന്നാണ്. ആ കപിലമുനിയുടെ ആ ഒരൊറ്റ നോട്ടത്തിൽ ഈ 60,000 പേരും ഭസ്മായി പോയി. അവർ നിന്നിടത്തെ ഒരു വലിയ ഭസ്മത്തിൻ്റെ ഒരു കൂമ്പാരം, 60,000 പേരല്ലേ ദഹിച്ചു പോയത്, അത്രയും കൂമ്പാരം ആ മുനിയുടെ മുമ്പിൽ അവർ നിന്നിടത്ത്. അങ്ങനെ ഇവർ മുഴുവൻ നശിച്ചു. ബ്രഹ്മാവ് പറഞ്ഞിരുന്നു അവരുടെ നാശം അടുത്തിരിക്കണു, നിങ്ങൾ പരിഭ്രമിക്കണ്ട എന്ന് അല്ലേ. അതുപോലെ സംഭവിച്ചു എന്നാണ്. അപ്പോൾ ഈ പുത്രന്മാർക്കുണ്ടായ ഈ നാശം നാരദർ ചെന്ന് സഗര രാജാവിനോട് പറഞ്ഞു. വിഷമിക്കാൻ അല്ലാതെ എന്താ ചെയ്യുക. അങ്ങനെ ഒരു സഗരപത്നിക്കുണ്ടായ പുത്രന്മാരാണല്ലോ ഈ 60,000. ചുരക്ക മുറിച്ച് കീറി കുരു നെയ്യിലിട്ട് അങ്ങനെ ഉണ്ടായതാണല്ലോ ഈ 60,000 പേര്. മറ്റേ ഒരു പത്നിയും കൂടി ഉണ്ടല്ലോ, ആ പത്നിക്ക് ഒരു പുത്രനേ ഉള്ളൂ. അതിൻ്റെ പേരാണ് അസമഞ്ജസ്. അസമഞ്ജസിന് അംശുമാൻ എന്നൊരു നല്ല മിടുക്കനായിട്ടുള്ള ഒരു പുത്രനുണ്ട്. അതായത് സഗരൻ്റെ പേരക്കുട്ടി അംശുമാൻ. അപ്പോൾ ആ അംശുമാനോട് സഗരൻ പറഞ്ഞു, ഉണ്ണി, ഈ ആകാശത്തെ ഇത്രയും കാലമായിട്ടും കണ്ടു കിട്ടിയിട്ടില്ല. ആ 60,000 പേരും ആ വല്യച്ഛന്മാർ എല്ലാവരും തെരഞ്ഞു പോയിട്ടും കിട്ടിയില്ലല്ലോ. അപ്പോൾ യാഗം മുടങ്ങണത് മഹാപാപമാണ്. നമ്മൾ യാഗം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു, അത് മുടങ്ങാൻ പാടില്ല. നീ പോയിട്ട് ഈ ആകാശത്തെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. യാഗം നടത്തിയിട്ട് എന്നെ രക്ഷിക്കണം. നീയേ ഉള്ളൂ എനിക്കൊരാശ്രയം എന്ന് പറഞ്ഞു. അംശുമാൻ ഉടനെ തന്നെ രാജധാനി വിട്ട് ഇറങ്ങി അനേകം ദിവസം അങ്ങനെ യാത്ര ചെയ്തു. ഒടുവിൽ അംശുമാൻ ഈ 60,000 ചാമ്പലായി കിടക്കുന്ന സ്ഥലത്ത് എത്തി. എങ്ങനെയോ എത്തി. അവിടെ ഉണ്ട് കപില മഹർഷി പണ്ടത്തെ പോലെ അങ്ങനെ ധ്യാനിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 60,000 ഈ മഹർഷിയെ ദേഷ്യപ്പെടുത്തി, അതുകൊണ്ട് കൂട്ടത്തോടെ ഇല്ലാതായി. അപ്പോൾ അംശുമാന് അംശുമാൻ കുറച്ച് ബുദ്ധിയുള്ള ആളാണ്. അയാൾ ചെന്നിട്ട് കപില മുനിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ട് ഭക്തിപൂർവ്വം ചോദിച്ചു, അംശുമാൻ വന്ന കാര്യം അറിയിച്ചു. ഇങ്ങനെയാണ്, ഈ ആകാശത്തെ അന്വേഷിച്ച് വന്നതാണ്. അച്ഛൻ യാഗം നടത്താൻ മുത്തശ്ശൻ യാഗം നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ആകാശത്തെ കാണാനില്ലായിരുന്നു, അതിനെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാഷ്ടാംഗ നമസ്കാരം ചെയ്തപ്പോൾ തന്നെ മുനിക്ക് സന്തോഷമായി. കുമാര, നിന്നെ സന്തോഷിച്ചിരിക്കണം, എന്താ വേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടുന്ന് ഈ ആകാശത്തെ എനിക്ക് വിട്ടു തരണം. പക്ഷേ മരിച്ച പിതൃ സഹോദരന്മാർക്ക് ആത്മശാന്തിയും കൊടുക്കണം. അങ്ങനെ അപേക്ഷിച്ചു മുനിയോട് അംശുമാൻ. അപ്പോൾ മുനി പറഞ്ഞു, നിൻ്റെ ആഗ്രഹം സാധിക്കുമാറാകട്ടെ, ആകാശത്തെ നീ കൊണ്ടുപോയിക്കോളൂ. നീ കാരണം നിൻ്റെ പിതൃക്കൾക്ക് സദ്ഗതി വരും. നീ കാരണം നിൻ്റെ പിതൃക്കൾക്ക് സദ്ഗതി വരും. നിൻ്റെ പൗത്രൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് വരുത്തും എന്നാണ് അന്ന് മുനി പറഞ്ഞത്. നിനക്ക് പറ്റില്ല, നിൻ്റെ മകനിലുണ്ടാവുന്ന മകൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് വരുത്തും എന്നാണ് അന്ന് പറഞ്ഞത് ആ കപിലമുനി. അംശുമാൻ അതൊക്കെ കേട്ടിട്ട് ഈ ആകാശത്തെ കൊണ്ടുപോയി സ്വരാജ്യത്ത് എത്തിച്ചേർന്നു. അപ്പോൾ മുത്തശ്ശൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ സഗരന് ഒരുപാട് സന്തോഷമായി. എത്ര കാലമായി അല്ലേ ഈ ആകാശത്തെയും കാത്തിങ്ങനെ ഇരിക്കണു, എത്ര നാളായി. അപ്പോൾ ഇപ്പോൾ അതിനെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. അശ്വമേധയാഗം
പൂർത്തിയാക്കി അദ്ദേഹം. വളരെ കാലം വലിയ പ്രതാപത്തോടെ ഐശ്വര്യത്തോടെ ഒക്കെ നാടുവാണിട്ട് രാജ്യം അംശുമാന് കൊടുത്തു. അതിനുശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമല്ലോ, അതിന് അംശുമാൻ അങ്ങനെ വിചാരിച്ച് തീവ്ര പ്രയത്നം ചെയ്തു എന്നാണ് പറയണത്. ആ ദിവ്യനദി വന്നാലേ ഈ 60,000 ആത്മാക്കൾക്ക് ഗതി കിട്ടുള്ളൂ. പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി പിന്നീട് വരുന്ന തലമുറകളെല്ലാവരും ശ്രമിക്കേണ്ടതാണ് ആണ് പറയണത്. പക്ഷേ അംശുമാൻ വിചാരിച്ചിട്ടൊന്നും ഇത് വിജയം കിട്ടിയില്ല. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അംശുമാന് സാധിച്ചില്ല. അംശുമാൻ്റെ പുത്രനാണ് ദിലീപൻ. ഈ ദിലീപനും പിതാവിനെ പോലെ പരമാവധി ശ്രമം നടത്തിയിട്ടോ, എന്നാലും ആ ശ്രമവും വിജയിച്ചില്ല എന്നാണ് പറയണത്. അങ്ങനെ ഈ ദിലീപൻ്റെ മകനാണ് ഭഗീരഥൻ. നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം അല്ലേ. ഒരുപാട് ഗുണങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു പുത്രനായിരുന്നു ഈ ദിലീപൻ്റെ മകനായ ഭഗീരഥൻ. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം, സൽഗതി നേടാൻ പിതൃക്കളുടെ ആത്മാക്കളെ സഹായിക്കണം എന്ന് ഉത്കടമായ ആഗ്രഹമായിരുന്നു ഈ ഭഗീരഥന് എന്ന് പറയാം. അപ്പോൾ തപസ്സുകൊണ്ടേ ഗംഗാദേവിയെ പ്രസാദിപ്പിക്കാനാവൂ എന്ന് ഭഗീരഥന് മനസ്സിലായി. അങ്ങനെ ഹിമാലയത്തിലേക്ക് പോയി ഭഗീരഥൻ. അവിടെ ഇരുന്ന് ഈ ഗംഗാദേവിയെ തപസ് ചെയ്യാൻ തുടങ്ങി. ഹിമാലയത്തിൽ പോയിരുന്നിട്ട് എങ്ങനെയാണ് തപസ് ചെയ്യുക? കായും കനിയും പച്ചവെള്ളവും ഒക്കെ പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കുള്ളൂ, അതും വല്ലപ്പോഴും. അങ്ങനെ തീവ്രമായിട്ടുള്ള തപസ്സായിരുന്നു. 1000 വർഷം തപസ് ചെയ്തു. 1000 വർഷം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗംഗാദേവി പ്രത്യക്ഷമായി. എന്താ വേണ്ടേ ഭഗീരഥ, നിൻ്റെ അഭീഷ്ടം ഞാൻ സാധിപ്പിച്ചു തരാം, എന്തായാലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗീരഥൻ പറഞ്ഞു, അമ്മേ, എൻ്റെ പിതാമഹന്മാർ ചാമ്പലായി കിടക്കുകയാണ്. ദേവി ആ ചാമ്പലിൽ ജലം പകരണം, എന്നാൽ മാത്രമേ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുള്ളൂ. അപ്പോൾ അവിടുന്ന് എനിക്ക് വേണ്ടി അത് ചെയ്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി സമ്മതിച്ചു, ഞാൻ സഹായിക്കാം നിന്നെ. പക്ഷേ അതിനായിട്ട് എനിക്ക് ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് പതിക്കണം. എത്രയോ ദൂരമാണ്, നല്ല ശക്തി ഉണ്ടാവും ആ വരുന്ന വരവിന്. എൻ്റെ വേഗവും ശക്തിയും ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ വെള്ളച്ചാട്ടം തടുക്കാൻ, അല്ലെങ്കിൽ അത് ആ ശക്തി താങ്ങാനുള്ള ശക്തി ഒരൊറ്റ ദേവന് മാത്രമേ ഉള്ളൂ, അത് പരമശിവനാണ്. ആ പരമശിവനെ ഒന്ന് പ്രീതിപ്പെടുത്തണം, എന്നാൽ ഞാൻ വീഴുമ്പോൾ എന്നെ ശിവൻ ശിരസിൽ താങ്ങിക്കോളും. അല്ലാതെ തന്നെ ഭൂമിയിലേക്ക് നേരെ വന്നിങ്ങ് പതിച്ചാൽ ഭൂമിക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ല എന്നാണ് ഗംഗാദേവി പറയണത്. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ശിവനെ പ്രീതിപ്പെടുത്തണമെങ്കിലും വേണം ഇങ്ങനെ തപസ് ചെയ്യുക. 1000 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ഗംഗാദേവി പ്രസാദിച്ചത്. ഇനി ഗംഗാദേവി പറയുന്നു, പരമശിവനെ പ്രീതിപ്പെടുത്തൂ, പരമശിവനോട് ഈ കാര്യം പറയണം എന്ന്. അതിനും തപസ് ചെയ്യണം, അല്ലാതെ ശിവൻ പ്രത്യക്ഷപ്പെടില്ല. ഭഗീരഥൻ പിന്നെയും തപസ് ചെയ്യാൻ തുടങ്ങി. നല്ല ആയിരുന്നു ആ തപസ്. ഉടൻ തന്നെ വീണ്ടും ഒരു തപസ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും നല്ല സ്ഥിരോത്സാഹിയായിരുന്നു ഭഗീരഥൻ. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ വീണ്ടും തപസ് തുടങ്ങി. കൈലാസത്തിൽ ചെന്ന് ശിവനെ തപസ് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഉഗ്രതപസ്സായിരുന്നു അത്. ഒടുവിൽ ശിവൻ പ്രസാദിച്ചു, പ്രത്യക്ഷനായി. ഭഗവാൻ ഭഗീരഥനെയും കൊണ്ട് ഹിമവാനിലെത്തി. അപ്പോൾ ഭഗീരഥ, സ്വർഗത്തുനിന്ന് പതിച്ചോളാൻ ഗംഗയോട് പ്രാർത്ഥിക്കൂ, ഞാൻ അവളെ ശിരസിൽ താങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിച്ചു, ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു ഭഗീരഥൻ. ഗംഗാനദി സ്വർഗത്തുനിന്ന് ശീഘ്രം വന്നിട്ട് അങ്ങോട്ട് പതിച്ചു. അപ്പോൾ ശിവൻ ഇങ്ങനെ തയ്യാറായി നിന്നു, തലയിലേക്ക് തന്നെ വീഴണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ശിവൻ തയ്യാറായി നിന്നു. ഭഗവാൻ ആ ഗംഗ വീഴുമ്പോൾ ആ ശിരസിലേറ്റി.
വളരെ കാലം തുടർച്ചയായിട്ട് സ്വർണ്ണനദി അങ്ങനെ വീണുകൊണ്ടിരുന്നു. ആ ജലമെല്ലാം ശിവൻ്റെ ജടയിൽ ഒതുങ്ങി, പുറത്തേക്ക് വരണില്ല. അങ്ങനെ ആയാലും പറ്റില്ലല്ലോ, ശിവൻ്റെ ജടയിൽ ഇരിക്കാനല്ലല്ലോ ഗംഗാദേവിയെ പ്രസാദിപ്പിച്ചത്. ശിവനെയും ഒക്കെ പ്രസാദിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട്. അവിടെ ഇരുന്നാൽ പോരല്ലോ, ഇങ്ങോട്ട് പുറത്തേക്ക് വരണ്ടേ. അപ്പോൾ അങ്ങനെ ഇരുന്ന കുഴപ്പമാണ്. ഭഗീരഥൻ വീണ്ടും ശിവനെ ഭക്തിയോടെ ഭജിച്ചു. ശിവൻ കുറച്ച് ജലത്തെ പുറത്തേക്ക് വിട്ടു. ആ ജലം അങ്ങനെ ഭൂമിയിൽ കൂടി ഒഴുകാൻ തുടങ്ങിയപ്പോൾ അപ്പം ഗംഗാദേവി പറഞ്ഞു, ഭഗീരഥ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്. ഏത് മാർഗത്തിൽ കൂടിയാണ് ഞാൻ മുമ്പോട്ട് പോകേണ്ടത് എന്ന് നീ എനിക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗീരഥൻ വഴി കാട്ടി അങ്ങനെ മുമ്പിൽ സഞ്ചരിച്ചു. ഗംഗാദേവി ഭഗീരഥൻ്റെ പുറകെ അങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഒരിക്കൽ ഒഴുകിയത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ജന്നു മഹർഷിയുടെ പർണശാലയുടെ അടുത്തു കൂടിയാണ് ഒഴുകിയത്. അപ്പോഴേക്ക് ജന്നു മഹർഷിക്ക് ദേഷ്യം വന്നു. വെള്ളം മുഴുവൻ കുടിച്ചു വറ്റിച്ചു. എന്താ ചെയ്യുക? അങ്ങനെ ജന്നുവിനെ സേവിച്ചിട്ട് ഭഗീരഥൻ തൃപ്തിപ്പെടുത്തി, അതും വേണ്ടി വന്നു. ജന്നു മഹർഷിയെ സേവിച്ച് തൃപ്തിയാക്കി. അങ്ങനെ അപ്പോൾ സന്തോഷവാനായി ഗംഗാദേവിയെ ചെവി കൂടി പുറത്ത് വിട്ടു. വായിക്കൂടി എന്നല്ല, കുടിച്ചു വറ്റിച്ചു. ചെവിയുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് വിട്ടു. ജാഹ്നവി എന്ന പേര് ഗംഗയ്ക്കുണ്ടായി. അങ്ങനെയാണ് ഗംഗയ്ക്ക് ജാഹ്നവി എന്ന പേരുണ്ടായത് എന്ന് പറയുന്നു. അങ്ങനെ ഗംഗയും ഭഗീരഥനും കൂടി വീണ്ടും യാത്ര തുടർന്നു. ഒടുവിൽ അവർ ആ സ്ഥലത്തെത്തി. 60,000 ചാമ്പലായി കിടക്കണ ആ സ്ഥലത്ത്, പാതാളത്തിൽ, അവിടെ ദിവ്യമായിട്ടുള്ള ഈ ഗംഗാജലം ചാമ്പലിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ഒഴുകി. അപ്പോൾ ആ 60,000-നും സദ്ഗതി കിട്ടി എന്നാണ് പറയണത്. അതുപോലെ മുമ്പൊരിക്കൽ അഗസ്ത്യ മഹർഷി ഈ സമുദ്രം കുടിച്ചു വറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമുദ്രത്തിലേക്കാണ് ഗംഗാദേവി ഒഴുകിയത്. സമുദ്രം വറ്റിക്കിടന്ന സമുദ്രം അങ്ങനെ ജലം നിറഞ്ഞ് പണ്ടത്തെ പോലെ ആയി എന്നാണ് പറയണത്. അഗസ്ത്യ മഹർഷി സമുദ്രത്തെ കുടിച്ചു വറ്റിച്ചു അത്രേ. അതിൻ്റെയും ഒരു കഥയുണ്ട്. അങ്ങനെ അഗസ്ത്യൻ സമുദ്രം കുടിച്ചു വറ്റിച്ച കഥ അടുത്ത തവണ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.